Hello everyone, I am Tasni. Welcome to Tasni's Way. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് കൾച്ചറൽ സ്റ്റഡീസിൻ്റെ മൊഡ്യൂൾ 2 ആണ്. ഇതിൽ മെത്തേഡ്സ് ഓഫ് കൾച്ചറൽ സ്റ്റഡീസ്, ലാംഗ്വേജ് ആൻഡ് ഡിസ്കോഴ്സ്, ഐഡൻറ്റിറ്റി, ഓഡിയൻസ് ആൻഡ് റിസപ്ഷൻ സ്റ്റഡീസ് ഇതൊക്കെയാണ് വരുന്നത്. ഇതിൽ കാണുമ്പോൾ കുറച്ചേ ഉള്ളെങ്കിലും പഠിക്കാനായിട്ട് കുറേ ഉണ്ട്. ഇപ്പോൾ അഡ്വാൻസ്ഡ് ഇംഗ്ലീഷ് ഗ്രാമറൊക്കെ പോലെയല്ല കൾച്ചറൽ സ്റ്റഡീസ്. ഇപ്പോൾ ലിറ്ററേച്ചറൊക്കെ പോലെ നമുക്ക് വേണമെങ്കിൽ കമ്പയർ ചെയ്യാം. അതായത് ഒരുപാട് പഠിക്കാനുണ്ടാവും. എന്നിട്ട് അവസാനമായിരിക്കും ഇതിൻ്റെ കൺക്ലൂഷനിലായിരിക്കും ഇതിൻ്റെ കുറിച്ച് പറയുന്നുണ്ടാവുക. അപ്പോൾ മെത്തേഡ്സ് ഓഫ് കൾച്ചറൽ സ്റ്റഡീസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആദ്യം മുതലുള്ളത് പഠിക്കും, പഴയ കാര്യങ്ങളൊക്കെ പഠിച്ചിട്ട് അവസാനമായിരിക്കും എന്താണ് മെത്തേഡ്സ് ഓഫ് കൾച്ചറൽ സ്റ്റഡീസ് എന്ന് പറയുക. അതേപോലെ തന്നെ ലാംഗ്വേജ് ആൻഡ് ഡിസ്കോഴ്സും ഐഡൻറ്റിറ്റിയും ഒക്കെ അങ്ങനെയാണ്. കുറേ കാര്യങ്ങൾ പറഞ്ഞിട്ട് അവസാനമായിരിക്കും അതിൻ്റെ കൺക്ലൂഷൻ പോയിന്റിലായിരിക്കും ഇതിൻ്റെ ശരിക്കത്തെ ഇത് പറയുന്നുണ്ടാവുക. അപ്പോൾ നമ്മൾ അതെല്ലാം പഠിക്കണം, അല്ലാതെ ഇതിൻ്റെ ഡെഫിനിഷൻ മാത്രം പഠിച്ചിട്ട് പോകാനായിട്ടുള്ള സബ്ജക്റ്റ് അല്ല ഇത്. അഡ്വാൻസ്ഡ് ഇംഗ്ലീഷ് ഗ്രാമറിനെ പോലെ അല്ല ഇത്. നമ്മൾ ഒരുപാട് പഠിക്കേണ്ടി വരും, മനസ്സിലാക്കി വെക്കേണ്ടി വരും. ചിലപ്പോൾ നോട്ട്സൊക്കെ എഴുതിയെടുത്ത് നിങ്ങൾക്ക് ബൈ ഹാർട്ട് ചെയ്യേണ്ടിയും വരും. അപ്പോൾ എസ്സേ ക്വസ്റ്റ്യൻസോ അല്ലെങ്കിൽ 6 മാർക്ക് ക്വസ്റ്റ്യൻസൊക്കെ വരുമ്പോൾ അതൊക്കെ നമുക്ക് നന്നായി എഴുതാൻ പറ്റണമെങ്കിൽ ഇതെല്ലാം നമുക്ക് നന്നായിട്ട് പഠിച്ച് തന്നെ പറ്റുള്ളൂ. അപ്പോൾ നമുക്ക് നോക്കാം. Arising from the social turmoil of the 1960s, cultural studies is an academic discipline which combines political economy, communication, sociology, social theory, literary theory, media theory, film studies, cultural anthropology, philosophy, art history, criticism, etc. അപ്പോൾ ഇത് നോട്ട് ചെയ്ത് വെച്ചോളൂ. ഇതുപോലെ തന്നെ എഴുതണം കൾച്ചറൽ സ്റ്റഡീസിനെ കുറിച്ചുള്ള നോട്ട്സൊക്കെ ചോദിക്കുമ്പോൾ. അപ്പോൾ കൾച്ചറൽ സ്റ്റഡീസ് എന്ന് പറയുന്നത് is an academic discipline which combines of these things, like political economy, communication, media theory, film studies, ഇങ്ങനെയുള്ള ഫിലോസഫി കാര്യങ്ങളൊക്കെ ചേർന്നതാണ് എന്ത് കൾച്ചറൽ സ്റ്റഡീസ്. To study cultural phenomena in various societies, cultural studies researchers often focus on how a particular phenomenon relates matters of ideology, nationality, ethnicity, social class and gender. അപ്പോൾ ഇതിനെക്കുറിച്ചൊക്കെ പഠിക്കാൻ, ഈ കൾച്ചറൽ സ്റ്റഡീസിനെ കുറിച്ച് പഠിക്കാൻ ഈ റിസർച്ചേഴ്സ് ഫോക്കസ് ചെയ്യുന്നത് ഏത് പെർട്ടിക്കുലർ ഏരിയാസിലൊക്കെയാണ്? നാഷണാലിറ്റി, നമ്മുടെ ക്ലാസ്, ജെൻഡർ അല്ലേ, എത്നിസിറ്റി, ഐഡിയോളജി, ഇതിലൊക്കെയാണ് ഇവർ ഫോക്കസ് ചെയ്യുന്നതെന്നാണ് പറയുന്നത്. Discussion on cultural studies have gained currency with the participation of Richard Hoggart's Use of Literary in 1957 and Raymond William's Culture and Society in 1958, and with this establishment of Birmingham Centre for us Contemporary Cultural Studies in England in 1968. അപ്പോൾ ഇവിടെ രണ്ട് ആളുകളുടെ പേര് പറഞ്ഞിട്ടുണ്ട് അല്ലേ, റിച്ചാർഡ് ഹോഗർട്ടും റെയ്മണ്ട് വില്യംസും. അപ്പോൾ ഇവരുടെ രണ്ട് പേരുടെയും വർക്ക്സ് ഇവിടെ തന്നിട്ടുണ്ട്. റിച്ചാർഡ് ഹോഗർട്ട്സിൻ്റെ യൂസ് ഓഫ് ലിറ്റററി 1957, അതുപോലെ തന്നെ റെയ്മണ്ട് വില്യംസിൻ്റെ കൾച്ചർ ആൻഡ് സൊസൈറ്റി 1958. അപ്പോൾ ഇവരുടെ ഈ ബിർമിംഗ്ഹാം എന്ന സ്ഥലത്തുള്ള സെൻറ്ററിലുള്ള എസ്റ്റാബ്ലിഷ്മെൻറ്റ് വഴിയാണ് ഇംഗ്ലണ്ടിൽ 1968 കൾച്ചറൽ സ്റ്റഡീസ് ഉണ്ടായത്. Since cultural is now considered as the source of art and literature, cultural criticism has gained ground, and therefore Raymond Williams' term cultural materialism, Stephen Greenblatt's cultural politics, and Rakin's term cultural preceive have become significant in the field of cultural studies and cultural ethnicism. അതായത് കൾച്ചറൽ എന്ന് പറയുന്നത് സോഴ്സ് ഓഫ് ആർട്ട് ആൻഡ് ലിറ്ററേച്ചർ ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത് ഇപ്പോൾ. അതുപോലെ തന്നെ ഇവിടെയും കുറച്ച് ആളുകളുടെ പേര് പറഞ്ഞിട്ടുണ്ട്. അവരുടെ ടേംസ്, അവർ കോയിൻ ചെയ്ത ടേംസ്, കൾച്ചർ റിലേറ്റഡ് ആയിട്ടുള്ള അവർ കോയിൻ ചെയ്ത ടേംസും പറയുന്നുണ്ട്. റെയ്മണ്ട് വില്യംസിൻ്റെ ടേം ഏതായിരുന്നു കോയിൻ ചെയ്ത ടേം? കൾച്ചറൽ മെറ്റീരിയലിസം. സ്റ്റീഫൻ ഗ്രീൻ ബ്ലാറ്റ്സിൻ്റെ കൾച്ചറൽ പൊളിറ്റിക്സ് ആൻഡ് റാക്കിൻസ് ടേം എന്താണ്? കൾച്ചറൽ പ്രോസെയർ. അപ്പോൾ ഇവരുടെ ഈ ടേംസൊക്കെ തന്നെ ഈ കൾച്ചറൽ സ്റ്റഡീസും കൾച്ചറൽ എത്നിസിസത്തിൻ്റെയും ഫീൽഡിൽ ഒരുപാട് സിഗ്നിഫിക്കൻസ് കൊണ്ടുവന്നു എന്നാണ് പറയുന്നത്. ഇൻ കൾച്ചറൽ സ്റ്റഡീസ് ദർ ആർ 2 types ഓഫ് റീഡിങ്സ്. കൾച്ചറൽ സ്റ്റഡീസിൽ 2 type ഓഫ് റീഡിങ്സ് ഉണ്ട്. എന്തൊക്കെയാണ്? ഒന്ന് പൊളിറ്റിക്കൽ റീഡിങ്സും രണ്ടാമത്തത് എസ്തെറ്റിക് റീഡിങ്സും. ഒന്നാമത്തത് പൊളിറ്റിക്കൽ റീഡിങ്സ് ഓഫ് വേരിയസ് aspects of culture generating genders, race, sexuality related interpretations that reveal of preceive or hegemonic
സ്ട്രക്ചർ ഓഫ് സൊസൈറ്റി. അതായത് പൊളിറ്റിക്കൽ റീഡിങ്സ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഈ പൊളിറ്റിക്കൽ റീഡിങ്സ് ഓഫ് വേരിയസ് ആസ്പെക്ട്സ്, ഈ കൾച്ചർ, ജനറേറ്റിംഗ് ജെൻഡേഴ്സ്, റേസ്, സെക്ച്വാലിറ്റി റിലേറ്റഡ് ഇൻ്റർപ്രിറ്റേഷൻസ്, ഇതിനെയൊക്കെ കുറിച്ചുള്ള പൊളിറ്റിക്കൽ റീഡിംഗ് ആണ് എന്ത് ചെയ്യുന്നത്, ഈ സൊസൈറ്റീൻ്റെ ദാറ്റ് റിവീൽ, ഇതാണ് ഈ സൊസൈറ്റീൻ്റെ സ്ട്രക്ചർ എന്ത് ചെയ്യുന്നത്, റിവീൽ ചെയ്യുന്നതെന്നാണ് പറയുന്നത്. നെക്സ്റ്റ് വൺ, എസ്തെറ്റിക് റീഡിംഗ്. There should be an aesthetic reading where political interpretation are kept aside because such people believe in the school of arts for art's sake. അതായത് പൊളിറ്റിക്കൽ റീഡിങ് മാറ്റി വെക്കേണ്ട ഒരു സാഹചര്യം വരുന്നുണ്ട്. അതാണ് ആസ്തെറ്റിക് റീഡിങ്. അതായത് പൊളിറ്റിക്കൽ റീഡിങ്ങിൻ്റെ ഇൻ്റർപ്രിറ്റേഷൻ അല്ല ശരി, അത് മാറ്റി വെക്കേണ്ട ഇതാണ് എസ്തെറ്റിക് റീഡിങ്. ബിക്കോസ് കുറച്ച് ആളുകൾ ബിലീവ് ചെയ്യുന്നത്, വിശ്വസിക്കുന്നത് എന്താണ്, ഇൻ ദ സ്കൂൾ ഓഫ് ആർട്സ് ഫോർ ആർട്സ് സേക്ക്. ഓക്കെ, പൊളിറ്റിക്കൽ റീഡിംഗ് അല്ല, അതായത് ജെൻഡറോ റേസോ അങ്ങനെയുള്ള സംഭവങ്ങളല്ല കൾച്ചറിനെ കുറിച്ച് വേണ്ടത്, ആർട്സ് ആണെന്നുള്ളതാണ് ചിലവർ വിശ്വസിക്കുന്നത്. അതാണ് രണ്ട് ടൈപ്പ് ഓഫ് റീഡിങ്സ്. The work of Stuart and Richard Hoggart with the Birmingham Centre later expanded through the writing of David Hortey, Tony Bennet and others. അതായത് ബിർമിംഗ്ഹാം സെൻറ്ററിലുണ്ടായിരുന്ന സ്റ്റുവർട്ട് ഹാളുടെയും റിച്ചാർഡ് ഹോഗർട്ടിൻ്റെയും വർക്ക്സ് എല്ലാം പിന്നീട് ഡേവിഡ് ഹോർട്ടിൻ്റെയും ടോണി ബെന്നറ്റിൻ്റെയും റൈറ്റിങ്ങിലൂടെ ബാക്കിയുള്ള ഇതിലേക്ക് എക്സ്പാൻഡ് ചെയ്തു എന്നാണ്. Cultural studies is interested in the process of which power relations organize cultural artfacts. അതായത് കൾച്ചറൽ സ്റ്റഡീസ് എപ്പോഴും ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള എന്താണ്, പ്രോസസ് ഓഫ് പവർ റിലേഷൻസ്. എക്സാമ്പിൾ ഫോർ ഫുഡ് ഹാബിറ്റ്സ്, മ്യൂസിക്, സിനിമ, സ്പോർട്സ് ഈവൻറ്റ്സ്, ഇതിനെക്കുറിച്ചൊക്കെ അറിയാനാണ് കൂടുതലും കൾച്ചറൽ ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ളത്. ഇറ്റ് ലുക്സ് അറ്റ് പോപ്പുലർ കൾച്ചർ ആൻഡ് എവറി ഡേ ലൈഫ്. കൾച്ചറൽ എന്തായിരിക്കും, കൾച്ചറൽ സ്റ്റഡീസ് എപ്പോഴും പോപ്പുലർ കൾച്ചറിനെയും അതുപോലെ തന്നെ എവറി ഡേ ലൈഫിനെയും നോക്കിക്കാണാനായിട്ട് താല്പര്യപ്പെടുന്നുണ്ട്. പോപ്പുലർ കൾച്ചർ എന്താണെന്നുള്ളത് നമ്മൾ ഫസ്റ്റ് മൊഡ്യൂളിൽ പഠിച്ചതാണല്ലേ. ഇനി കുറച്ച് പോയിൻറ്റ്സ് ആണ് ഇതിൽ തന്നെ വരുന്ന പോയിൻറ്റ്സ് നോക്കാം. ട്രാൻസെൻഡ് ദ കോൺഫറൻസ് ഓഫ് എ പെർട്ടിക്കുലർ ഡിസിപ്ലിൻ സച്ച് ആസ് ലിറ്റററി ക്രിറ്റിസിസം ഓർ ഹിസ്റ്ററി. ലിറ്റററി ക്രിറ്റിസിസം അല്ലെങ്കിൽ ഹിസ്റ്ററി പോലുള്ള പർട്ടിക്കുലർ ആയിട്ടുള്ള ഡിസിപ്ലിനിലാണ് എന്ത് ചെയ്യുന്നത്, ട്രാൻസെൻഡ് ആയിട്ട് ചെയ്യുന്നത്. ആർ പൊളിറ്റിക്കലി എൻഗേജ്ഡ്, ഇതെല്ലാം പൊളിറ്റിക്കലി എൻഗേജ്ഡ് ആണ്. റിജക്റ്റ് ദ ഡിസ്റ്റിങ്ഷനെയൊക്കെ നമ്മൾ റിജക്റ്റ് ചെയ്യുന്നുണ്ട് ബിറ്റ്വീൻ ഹൈ ആൻഡ് ലോ ആർട്ട് ആസ് ഇലൈറ്റിക് ആൻഡ് പോപ്പുലർ കൾച്ചർ. അതായത് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഒരു ഫസ്റ്റ് മൊഡ്യൂളിലാണെന്ന് തോന്നുന്നു, ഹൈ ആൻഡ് ലോ എന്ന് പറഞ്ഞിട്ടുള്ള ഡിസ്റ്റിങ്ഷൻസ് ഉണ്ടായിരുന്നു. അപ്പോൾ ഈ ഹൈ ക്ലാസ്സിനെ നമ്മൾ എലൈറ്റ് എന്നായിരുന്നു നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ എലൈറ്റിക് ആയിട്ട് ഹൈ എന്നുള്ളതിനെ എലൈറ്റിക്കും ലോ എന്നുള്ളതിനെ പോപ്പുലർ കൾച്ചറായിട്ടും ഇവർ ഡിഫൈൻ ചെയ്തു, ഡിസ്റ്റിങ്ഷൻസിനെ റിജക്റ്റും ചെയ്തു. അനലൈസ് നോട്ട് ഓൺലി ദ കൾച്ചറൽ വർക്ക്സ് ബട്ട് ഓൾസോ ദ മീൻസ് ഓഫ് പ്രൊഡക്ഷൻ. കൾച്ചറൽ വർക്ക്സ് മാത്രമല്ല അനലൈസ് ചെയ്യുന്നത്, മീൻസ് ഓഫ് പ്രൊഡക്ഷനും കൂടി അനലൈസ് ചെയ്യുന്നുണ്ട്. ഇൻ ഷോർട്ട്, ചുരുക്കത്തിൽ പറയുകയാണെങ്കിൽ മെത്തേഡ്, നമ്മൾ പറഞ്ഞു അല്ലേ, മെത്തേഡ്സ് ഓഫ് കൾച്ചറൽ സ്റ്റഡീസാണ് ഇത്രയും നേരം നോക്കിയത്. അപ്പോൾ മെത്തേഡ് ഈസ് എ ടെക്നിക് എംപ്ലോയിഡ് ബൈ എ റിസർച്ചർ ടു ഫ്രെയിം ക്വസ്റ്റ്യൻസ്, കളക്ട് ആൻഡ് ഓർഗനൈസ്ഡ് ഡാറ്റ. Thus, methods refers to the actual field work, questionnaires, databases, identifying sources. അപ്പോൾ ഞാൻ പറഞ്ഞു ആദ്യം തന്നെ നമ്മളിങ്ങനെ പോയിൻറ്റ്സ് പറഞ്ഞ് വന്നിട്ട് അവസാനമായിരിക്കും ഈ നമ്മുടെ ടോപ്പിക്കിലേക്ക് വരിക. അപ്പോൾ മെത്തേഡ്സ് ഓഫ് കൾച്ചറൽ സ്റ്റഡീസാണ് നമ്മൾ ആദ്യം നോക്കിയത്. അപ്പോൾ മെത്തേഡ് എന്ന് പറയുന്നത് സിംപ്ലി പറയുകയാണെങ്കിൽ എന്താണ്, ഒരു റിസർച്ചർ ക്വസ്റ്റ്യൻസ് ഫ്രെയിം ചെയ്യാനും അതുപോലെ തന്നെ ഡാറ്റാസ് ഓർഗനൈസ് ചെയ്യാനും കളക്ട് ചെയ്യാനും ഉപയോഗിക്കുക എന്നതാണ് മെത്തേഡ്സ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ മെത്തേഡ് റെഫേഴ്സ് ടു ദ ആക്ച്വൽ ഫീൽഡ് വർക്ക്. നമ്മളൊരു കാര്യം ചെയ്യുമ്പോൾ അതിനെക്കുറിച്ചുള്ള ഫീൽഡ് വർക്കാണ്, ആക്ച്വൽ ഫീൽഡ് വർക്ക് തന്നെയാണ് എന്ത്, ഈ മെത്തേഡ്സ് ഓഫ് കൾച്ചറൽ സ്റ്റഡീസ് എന്ന് പറയുന്നത്. അതിൽ ക്വസ്റ്റ്യനേഴ്സ്, ഡാറ്റാബേസസ്, സോഴ്സസ് ഐഡൻറ്റിഫൈ ചെയ്യുക, ഇതെല്ലാം പെടും. അപ്പോൾ അടുത്തത് സെക്ഷൻ ലാംഗ്വേജ് ആൻഡ് ഡിസ്കോഴ്സിൻ്റെയാണ്. സെൻട്രൽ പോയിൻ്റ് ഓഫ് കൾച്ചറൽ സ്റ്റഡീസ് ഈസ് എക്സ്പീരിയൻസ് എവറി ഡേ ഓഫ് ലൈഫ്. അപ്പോൾ കൾച്ചറൽ സ്റ്റഡീസിൻ്റെ സെൻട്രൽ പോയിൻ്റ് എന്ന് പറയുന്നത് എവറി ഡേ ലൈഫിനെ എക്സ്പീരിയൻസ് ചെയ്യുക എന്നുള്ളതാണ്. ആർ എക്സ്പീരിയൻസസ് ആർ റിലേറ്റഡ് ടു പൊളിറ്റിക്സ്. നമ്മുടെ എക്സ്പീരിയൻസ് പൊളിറ്റിക്സായിട്ട് റിലേറ്റഡ് ആണ്. ഫേമസ് റൈറ്റർ റേമണ്ട് വില്യംസ് ഈസ് ദ ഫാദർ ഓഫ് കൾച്ചറൽ സ്റ്റഡീസ്. മെയിൻ പോയിൻ്റാണ്, ചിലപ്പോൾ ചോദിക്കാം, അല്ലെങ്കിൽ കൾച്ചറൽ സ്റ്റഡീസിൻ്റെ നോട്ട്സ് ഒക്കെ എഴുതുമ്പോൾ നമുക്ക് ഇതും കൂടെ എഴുതി വെക്കാം, അപ്പോൾ നമുക്ക് കുറച്ചുകൂടെ മാർക്ക് കിട്ടും.
ഫാദർ ഓഫ് കൾച്ചറൽ സ്റ്റഡീസ് ആരാണ്? റെയ്മണ്ട് വില്യംസ്. ഹീ ഈസ് ദ ഫൗണ്ടർ ഓഫ് ദ സ്കൂൾ ഓഫ് കൾച്ചറൽ മെറ്റീരിയലിസം. കൾച്ചറൽ മെറ്റീരിയലിസം എന്നുള്ളതിൻ്റെ ഫൗണ്ടറും ആരാണ്? റെയ്മണ്ട് വില്യംസ് ആണ്. അപ്പോൾ പേര് മറക്കരുത്. റെയ്മണ്ട് വില്യംസ് ഈസ് ദ ഫാദർ ഓഫ് കൾച്ചറൽ സ്റ്റഡീസ്. ഹീ ഈസ് ദ ഫൗണ്ടർ ഓഫ് സ്കൂൾ ഓഫ് കൾച്ചറൽ മെറ്റീരിയലിസം ഓൾസോ. അപ്പോൾ നമ്മൾ കൾച്ചറൽ മെറ്റീരിയലിസം പറഞ്ഞു. അപ്പോൾ എന്താണ് കൾച്ചറൽ മെറ്റീരിയലിസം എന്ന് നോക്കാം. കൾച്ചറൽ മെറ്റീരിയലിസം വാസ് എ സ്കൂൾ ഓഫ് തോട്ട്സ് ഒറിജിനേറ്റഡ് ഇൻ ഇംഗ്ലണ്ട്. ഇംഗ്ലണ്ടിൽ ഒറിജിനേറ്റഡ് ആയിട്ടുള്ള ഒരു സ്കൂൾ ഓഫ് തോട്ട്സ് ആണ് എന്ത്? കൾച്ചറൽ മെറ്റീരിയലിസം. ദേ സ്റ്റഡി അബൌട്ട് ഹൗ കൾച്ചറൽ സ്റ്റഡീസ് ഈസ് ഒറിജിനേറ്റഡ്. അവർ എന്തിനെ കുറിച്ചാണ് പഠിക്കുക? കൾച്ചറൽ സ്റ്റഡീസ് എങ്ങനെയാണ് അല്ലെങ്കിൽ ഒറിജിനേറ്റ് ആയത് എന്നുള്ളതാണ് അവർ പഠിക്കുന്നത്. ദേ ആർഗ്യൂസ് ദാറ്റ് ലിറ്ററേച്ചർ ഈസ് നോട്ട് ഓൺലി സബ്ജക്റ്റ് ത്രൂ വിച്ച് റൈറ്റർ എക്സിബിറ്റ്സ് ഹിസ് കൾച്ചർ. അവർ പറയുന്നത് എന്താ വെച്ചാൽ ലിറ്ററേച്ചർ മാത്രമല്ല, അത് മാത്രമല്ല ഒരു സബ്ജക്റ്റ്. എങ്ങനെ? റൈറ്റർ അവരുടെ കൾച്ചർ എക്സിബിറ്റ് ചെയ്യുന്ന ഒരേ ഒരു സബ്ജക്റ്റ് ലിറ്ററേച്ചർ മാത്രമല്ല എന്നാണ് പറയുന്നത്. ലിറ്ററേച്ചർ ഡീൽസ് വിത്ത് പൊളിറ്റിക്സ്, എവറി ഡേ ലൈഫ് സ്ട്രക്ചർ ഓഫ് ഫീലിങ്സ്. Everything is considered as literature. There is no dichotomy between literature and non-literature. അതായത് ലിറ്ററേച്ചർ ഡീൽ ചെയ്യുന്നത് എന്തൊക്കെ തരത്തിലാണ്? പൊളിറ്റിക്സും എവറി ഡേ ലൈഫ് സ്ട്രക്ചറും ഫീലിങ്സും ഒക്കെയാണ്. അപ്പോൾ ഇതെല്ലാം എവറിത്തിങ് ഈസ് കൺസിഡേർഡ് ആസ് ലിറ്ററേച്ചർ. എല്ലാത്തിനെയും നമ്മൾ ലിറ്ററേച്ചർ ആയിട്ട് തന്നെ കൺസിഡർ ചെയ്യുന്നുണ്ട്. ദർ ഇസ് നോ ഡിസ്കോട്ടമി ബിറ്റ്വീൻ ലിറ്ററേച്ചർ ആൻഡ് നോൺ ലിറ്ററേച്ചർ. അപ്പോൾ അടുത്തതും കുറച്ച് പോയിൻറ്റ്സ് ആണ്. ഈ പോയിൻറ്റ്സ് ആക്കിയിട്ട് എന്തിനാണ് തരുന്നത് വെച്ചാൽ നമുക്ക് പെട്ടെന്ന് ക്യാച്ച് ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാനും നന്നായിട്ട് ഓർമ്മ വയ്ക്കാനും പഠിക്കാനായിട്ട് പറ്റും. ഒരു പാരഗ്രാഫൊക്കെ ആയിട്ട് തരുമ്പോൾ നമുക്ക് ചിലപ്പോൾ അത് വായിക്കാൻ ഇഷ്ടമുണ്ടാവില്ല. പോയിൻറ്റ്സ് ആക്കി മനസ്സിലാക്കി വെക്കുക. ബാക്കി നിങ്ങൾ എക്സ്പാൻഡ് ചെയ്ത് എഴുതണം, എക്സ്പ്ലെയിൻ ചെയ്ത് എഴുതണം. ഓക്കെ. സ്റ്റഡിയിങ് സൊസൈറ്റി ഈസ് അബൌട്ട് കൾച്ചർ ആൻഡ് നോട്ട് ഓൺലി ബട്ട് എക്കണോമിക്സ് ഓർ പൊളിറ്റിക്സ്. സൊസൈറ്റീനെ കുറിച്ച് പഠിക്കുക എന്ന് പറയുന്നത് കൾച്ചറിനെ കുറിച്ച് മാത്രം പഠിക്കലല്ല, പക്ഷേ എക്കണോമിക്സും പൊളിറ്റിക്സും ഒക്കെ അതിൽ ഇൻക്ലൂഡഡ് ആണ്. മീനിങ്സ് ആൻഡ് വാല്യൂസ് ആൻഡ് ദർ എക്സ്ചേഞ്ച് ഓഫ് സർക്കുലേഷൻ കോൺസ്റ്റിറ്റ്യൂട്ട് എ പെർട്ടിക്കുലർ കൾച്ചർ ഓർ എ കമ്മ്യൂണിറ്റി. അതായത് മീനിങ്സ്, വാല്യൂസ്, അതുപോലെ തന്നെ എക്സ്ചേഞ്ച് ഓർ സർക്കുലേഷൻ, അതിൻ്റെ എക്സ്ചേഞ്ചും സർക്കുലേഷൻസും ഒക്കെ എന്താണ്? ഈ ഒരു പെർട്ടിക്കുലർ കൾച്ചറിനെയോ കമ്മ്യൂണിറ്റിയോ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നുണ്ടെന്നാണ് പറയുന്നത്. ഇറ്റ് ഈസ് എ കമ്മ്യൂണിക്കേഷൻ ദാറ്റ് ക്രിയേറ്റ്സ് കമ്മ്യൂണിറ്റി. കമ്മ്യൂണിക്കേഷനാണ് ഒരു കമ്മ്യൂണിറ്റീനെ ക്രിയേറ്റ് ചെയ്യുന്നത് എന്നാണ് പറയുന്നത്. സൊസൈറ്റീസ് മീനിങ്സ് ആൻഡ് വാല്യൂസ് റിഫ്ലെക്ട്സ് ഇറ്റ്സ് ഇക്കണോമിക് ആൻഡ് പൊളിറ്റിക്കൽ സിസ്റ്റം ആൻഡ് ഹെൻസ് ടു സ്റ്റഡി മീൻസ് ടു സ്റ്റഡി എ കൾച്ചർ. അതായത് സൊസൈറ്റീൻ്റെ മീനിങ്സും വാല്യൂസും എന്തിനെ റിഫ്ലക്റ്റ് ചെയ്യുന്നുണ്ട്? ഇക്കണോമിക്കും പൊളിറ്റിക്കൽ സിസ്റ്റവും. ഒരു സൊസൈറ്റീൻ്റെ ഇക്കണോമിക്കും പൊളിറ്റിക്കൽ സിസ്റ്റത്തിനെയും റിഫ്ലക്റ്റ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ടു സ്റ്റഡി മീൻസ് ടു സ്റ്റഡി എ കൾച്ചർ. പഠിക്കുക എന്ന് പറഞ്ഞാൽ ആ കൾച്ചറിനെ കുറിച്ച് പഠിക്കുക എന്നുള്ളതാണ് ഇതിന് പറയുന്നത്. കൾച്ചർ ഈസ് അബൌട്ട് ദ റോൾ ഓഫ് മീനിങ് ഇൻ എനി സൊസൈറ്റി. കൾച്ചർ എന്ന് പറയുന്നത് ഏത് സൊസൈറ്റിയിലായാലും അതിൻ്റെ റോൾ ഓഫ് മീനിങ് എന്താണെന്നുള്ളതാണ്. എ കൾച്ചർ ഈസ് ദ ഷെയറിങ് ഓഫ് മീനിങ് ആൻഡ് മീനിങ്സ് ആർ നെവർ ഫിക്സ്ഡ്. കൾച്ചർ എന്ന് പറയുന്നത് എന്താണ്? ഷെയറിങ് ഓഫ് മീനിങ് ആണ്. എന്താണ് ഇതിൻ്റെ അർത്ഥങ്ങൾ എന്നുള്ളത് ഷെയർ ചെയ്യുക എന്നുള്ളതാണ് കൾച്ചർ. പക്ഷേ മീനിങ്സ് എന്താണ്? നെവർ ഫിക്സ്ഡ് ആണ്. അതായത് ഒരിക്കലും ഫിക്സ്ഡ് ആയിട്ടുള്ള ഒന്നല്ല മീനിങ്സ്. അത് ഇറ്റ് ക്യാൻ വാരി. ഓക്കെ, അത് മാറിക്കൊണ്ടേയിരിക്കും. They are arrived at thoughts and process of negotiation and exchange. ഓക്കെ, അപ്പോൾ അവരുടെ തോട്ട്സും പ്രോസസ്സൊക്കെ നെഗോഷിയേഷനിലും എക്സ്ചേഞ്ചിലും കൂടെയാണ് എത്തിയിട്ടുള്ളത്. അപ്പോൾ നെഗോഷിയേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? ഡിസ്കസ് ടിൽ വി കം ടു ആൻ എഗ്രിമെൻറ്റ്. അതായത് നെഗോഷിയേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു എഗ്രിമെൻറ്റിലേക്ക് എത്തുന്നത് വരെ ഡിസ്കഷൻ നടത്തുക, ഡിസ്കസ് ചെയ്യുക, അതാണ് നെഗോഷിയേഷൻ എന്ന് പറയുക. ഡിസ്കസ് ടിൽ വി കം ടു ആൻ എഗ്രിമെൻറ്റ്, അതാണ് നെഗോഷിയേഷൻ. അടുത്തത്, പോപ്പുലർ കൾച്ചറൽ സ്റ്റഡീസ് റിലൈ ഓൺ സച്ച് എ നോഷൻ ഓഫ് ലാംഗ്വേജ് ആൻഡ് ഡിസ്കോഴ്സ്, നെയിംലി എ സിമ്പിൾ, എ വേർഡ്, എ വിഷ്വൽ സൈൻ, എ പോസ്റ്റർ, എ കൊളാഷ്, എക്സെട്ര. അതായത് പോപ്പുലർ കൾച്ചറൽ സ്റ്റഡീസ് എന്ന് അതിൻ്റെ ലാംഗ്വേജും ഡിസ്കോഴ്സും എന്താണ്? അതിൻ്റെ ഭാഷ എന്താണ്? അതിൻ്റെ സിമ്പിൾ അല്ലെങ്കിൽ ഒരു വേർഡ് അല്ലെങ്കിൽ ഒരു വിഷ്വൽ സൈൻ, ഒരു പോസ്റ്റർ, ഒരു കൊളാഷ്, ഇതെല്ലാം അതിൻ്റെ ലാംഗ്വേജ് ആയിട്ട് അവർ കൺസിഡർ ചെയ്യുന്നുണ്ട് പോപ്പുലർ കൾച്ചറൽ സ്റ്റഡീസിൻ്റെ. ഫോർ കൾച്ചറൽ സ്റ്റഡീസ്, പക്ഷേ കൾച്ചറൽ സ്റ്റഡീസിന് എവറിത്തിങ് ഇൻ സൊസൈറ്റി ഈസ് ലാംഗ്വേജ്. ഈ സൊസൈറ്റിയിലുള്ള എല്ലാം, എന്തും, അതെല്ലാം ലാംഗ്വേജ് ആണെന്നാണ് പറയുന്നത്. ഒബ്ജക്ട്സ് ആൻഡ് ഈവൻറ്റ്സ് ആർ ഓൾസോ സൈൻസ് വിതിൻ എ ലാംഗ്വേജ് സിസ്റ്റം ദാറ്റ് ക്യാൻ ബി ഇൻ്റർപ്രറ്റഡ് ബൈ പീപ്പിൾ ഹൂ ഷെയർ എ സെറ്റ് ഓഫ് കൾച്ചറൽ കോഴ്സ് ഓർ ദ വേരിയസ് കൾച്ചറൽ മാട്രിക്സ്. അതായത് കൾച്ചറൽ സ്റ്റഡീസിൽ
എവറിത്തിങ് ഇൻ സൊസൈറ്റി ഈസ് ലാംഗ്വേജ്, അത് പറഞ്ഞു അല്ലേ, ഈ സൊസൈറ്റിയിലുള്ള എല്ലാം ലാംഗ്വേജ് ആണ്. അതുപോലെ തന്നെ ഒബ്ജക്ട്സും ഈവൻസും ഓർ ഓൾസോ സയൻസ് എന്നാണ് പറയുന്നത്. ഒരു ഒബ്ജക്റ്റ് ആയാലും അതൊരു ഈവൻ്റ് ആയാലും അതും ഒരു ലാംഗ്വേജ് ആണ് അല്ലെങ്കിൽ സൈനാണ് വിതിൻ എ ലാംഗ്വേജ് സിസ്റ്റം. ഒരു ലാംഗ്വേജ് സിസ്റ്റത്തിൻ്റെ ഉള്ളിൽ നിന്നുകൊണ്ട് ദാറ്റ് ക്യാൻ ബി ഇൻ്റർപ്രറ്റഡ് ബൈ പീപ്പിൾ ഹൂ ഷെയർ എ സെറ്റ് ഓഫ് കൾച്ചറൽ കോഴ്സ്. അതായത് ഒരു കൂട്ടം കൾച്ചറൽ വാല്യൂസോ അല്ലെങ്കിൽ കോഴ്സൊക്കെ ഷെയർ ചെയ്യുന്ന ആളുകൾക്കിടയിലുള്ള ഒരു ഒബ്ജക്റ്റോ ഈവൻസോ പോലും ഒരു ലാംഗ്വേജ് ആണ് എന്നുള്ളതാണ് പറയുന്നത്. Thus, cultural studies sees culture as a text made of signs and generating meanings to add a novel color. അതായത് കൾച്ചറൽ സ്റ്റഡീസ് കൾച്ചറിനെ എങ്ങനെയാണ് കാണുന്നത്? അതൊരു ടെക്സ്റ്റ് മെയ്ഡ്, ഒരു ടെക്സ്റ്റാണ് മെയ്ഡ് ഓഫ് സൈൻസ് ആൻഡ് ജനറേറ്റിംഗ് മീനിങ്സ്. ഓക്കെ, കൾച്ചർ എന്ന് പറയുന്നത്, കൾച്ചറൽ സ്റ്റഡീസ് കാണുന്നത് കൾച്ചർ എന്ന് പറയുന്നത് ഒരു ടെക്സ്റ്റാണ്. ടെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താ? നമ്മൾ പഠിക്കുന്ന ടെക്സ്റ്റിൽ എന്താ ഉള്ളത്? വിവരങ്ങൾ, ഇൻഫർമേഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ടാവും, നോളജ്. അപ്പോൾ അതൊരു ടെക്സ്റ്റാണ് മെയ്ഡ് ഓഫ് സൈൻസ് ആൻഡ് ജനറേറ്റിംഗ് മീനിങ്സ്. സൈൻസും മീനിങ്സ് ജനറേറ്റ് ചെയ്യുന്ന ഇതും ഇൻക്ലൂഡഡ് ആയിട്ടുള്ളൊരു ടെക്സ്റ്റായിട്ടാണ് കൾച്ചറൽ സ്റ്റഡീസ് കൾച്ചറിനെ കാണുന്നത്. To cultural studies, various theories are applied to explicate and interpolate the cultural course. കൾച്ചറൽ സ്റ്റഡീസിൽ ഒരുപാട് തിയറീസ് അപ്ലൈ ചെയ്യുന്നുണ്ട് എന്നാണ് പറയുന്നത്. അടുത്തത് ഐഡൻറ്റിറ്റിയാണ് കേട്ടോ. കൾച്ചറൽ ഐഡൻറ്റിറ്റി റെഫേഴ്സ് ടു എ പേഴ്സൺസ് സെൻസ് ഓഫ് ബിലോങ്ങിങ് ടു എ പെർട്ടിക്കുലർ കൾച്ചർ ഓർ ഗ്രൂപ്പ്. അപ്പോൾ നമ്മുടെ ഐഡൻറ്റിറ്റി എന്ന് പറയുന്നത് എന്താണ്? ഒരു വ്യക്തിയുടെ അവർ ബിലോങ്ങിങ് ചെയ്യുന്ന ഒരു പെർട്ടിക്കുലർ കൾച്ചറിനെയോ അല്ലെങ്കിൽ ഗ്രൂപ്പിനെയോ ആണ് നമ്മുടെ ഐഡൻറ്റിറ്റി എന്ന് പറയാം അല്ലേ. ഞാൻ ഇന്ന ഐഡൻറ്റിറ്റിയിൽപ്പെട്ട ആളാണ്, ഇന്ന കൾച്ചറിൽ അല്ലെങ്കിൽ ഇന്ന ഗ്രൂപ്പിൽപ്പെട്ട ആളാണെന്ന് പറയുന്നതാണ് നമ്മുടെ ഐഡൻറ്റിറ്റി. കൾച്ചറൽ ഐഡൻറ്റിറ്റി എന്ന് പറയുന്നത് ഇതാണ്. This process involves learning about and accepting traditions, heritage, language, religion, ancestry, aesthetics, thinking patterns and social structures of a കൾച്ചർ. ഈ പ്രോസസ്സ് എന്തൊക്കെ ഇൻവോൾവ് ചെയ്യുന്നുണ്ട്? ലേണിംഗ് അബൌട്ട് ആൻഡ് അക്സെപ്റ്റിംഗ് ട്രഡീഷൻസിനൊക്കെ അക്സെപ്റ്റ് ചെയ്യുക, അതിനെക്കുറിച്ച് പഠിക്കുക. അതുപോലെ തന്നെ നമ്മുടെ ലാംഗ്വേജ്, നമ്മുടെ റിലീജിയൻ, നമ്മുടെ പാരമ്പര്യം, നമ്മുടെ തിങ്കിങ് പാറ്റേൺസ്, സോഷ്യൽ സ്ട്രക്ചേഴ്സ്, കൾച്ചറിനെ കുറിച്ചുള്ള ഇതൊക്കെയാണ് ഈ പ്രോസസ്സിൽ ഇൻക്ലൂഡഡ് ആയിട്ടുള്ളത്. അപ്പോൾ നമ്മളിപ്പോൾ സ്വാഭാവികമായിട്ട് ഒരു ഗ്രൂപ്പിൽ അല്ലെങ്കിൽ ഒരു കൾച്ചർ ഗ്രൂപ്പിൽ നമ്മൾ ചേരുമ്പോൾ അതിപ്പോൾ ഏതോ ആയിക്കോട്ടെ, കാസ്റ്റോ റിലീജിയനോ ആയിക്കോട്ടെ, അപ്പോൾ നമ്മൾ അതിനെക്കുറിച്ചുള്ള കാര്യങ്ങൾ എന്താണ്, ആ ട്രഡീഷൻ എന്തൊക്കെയാണ്, അതിനെക്കുറിച്ചുള്ള കാര്യങ്ങൾ പഠിക്കുകയും അതിൻ്റെ പാരമ്പര്യത്തിനനുസരിച്ച് ജീവിക്കുകയും ആ പാറ്റേൺ ഫോളോ ചെയ്യുകയും ചെയ്യും. അതാണ് നമ്മുടെ കൾച്ചറൽ ഐഡൻറ്റിറ്റി എന്ന് പറയുന്നത്. Cultural identity refers to identification with or sense of belonging to a particular group based on various cultural categories including nationality, ethnicity, race, gender and religion. അപ്പോൾ കൾച്ചറൽ ഐഡൻറ്റിറ്റി എന്ന് പറയുന്നത് എന്തൊക്കെയാണ്? ഒരു ഐഡൻറ്റിഫിക്കേഷനാണ്, സെൻസ് ഓഫ് ബിലോങ്ങിങ് ആണ്, അതുപോലെ തന്നെ ഒരു പെർട്ടിക്കുലർ ഗ്രൂപ്പിൽ വേരിയസ് കൾച്ചറൽ കാറ്റഗറീസിലുള്ള ഒരു ഗ്രൂപ്പിൽ, അല്ലെങ്കിൽ അതുപോലെ തന്നെ അതിൽ എന്തൊക്കെ ഇൻക്ലൂഡഡ് ആവാം? നാഷണാലിറ്റി അല്ലേ, നമ്മൾ ഇന്ത്യൻ എന്നുള്ളൊരു നാഷണാലിറ്റി, നമ്മൾ ഇന്ത്യയിലാണ്, ഇന്ത്യൻ എന്നുള്ളതൊരു നാഷണാലിറ്റിയാണ്. അപ്പോൾ നമ്മളെ പുറത്തുനിന്ന് നോക്കുന്നവർക്ക്, വേറെ രാജ്യത്തു നിന്ന് നോക്കുന്നവർക്ക് നമ്മളെല്ലാവരും എന്താണ്, നമ്മുടെ കൾച്ചർ എന്താണ്? ഇന്ത്യൻ എന്നുള്ളതായിരിക്കും. അതുപോലെ തന്നെ റേസ്, ജെൻഡർ, റിലീജിയൻ, ഇതൊക്കെ എല്ലാത്തിനും കൾച്ചറുണ്ട്. അപ്പോൾ ഇതെല്ലാമാണ് ഈ കൾച്ചറൽ ഐഡൻറ്റിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ ഐഡൻറ്റിറ്റി കഴിഞ്ഞു. ഇനി നമുക്കുള്ളത് ഓഡിയൻസ് ആൻഡ് റിസപ്ഷൻ സ്റ്റഡീസ് ആണ്. അപ്പോൾ ഇതിൽ കുറച്ച് പേരുടെ പേരുണ്ട്. ദ ഫേമസ് തിയറിസ്റ്റ് ഹൂ മെയ്ഡ് തിയറി ഓഫ് ഓഡിയൻസ് റിസപ്ഷൻ സ്റ്റഡീസ്. ഈ ഓഡിയൻസ് റിസപ്ഷൻ സ്റ്റഡീസ് ഉണ്ടാക്കിയ തിയറിസ്റ്റിൻ്റെ പേരാണ് ഇത്. കുറച്ച് പേരുടെ പേരുണ്ട്. ഇത് മെയിനായിട്ട് നോക്കി വെച്ചിട്ട് പോകും. അപ്പോൾ ഇതിനെക്കുറിച്ച് ചോദിക്കുമ്പോൾ നമുക്ക് ഇവരുടെയൊക്കെ പേര് എഴുതാനായിട്ട് കഴിയണം. നോമൻ ഹോളണ്ട്, സ്റ്റേറ്റ്ലി ഫിഷ്, വോൾഫ് ഗാങ്, ഹാൻസ് റോബർട്ട്, റോളണ്ട് ബാറ്റ്സ്. ഇവരൊക്കെയാണ് ഈ റിസപ്ഷൻ സ്റ്റഡീസ് അതുപോലെ തന്നെ ഓഡിയൻസ് സ്റ്റഡീസിൻ്റെ ഫേമസ് തിയറിസ്റ്റ്. സ്റ്റേറ്റ്ലി ഫിഷ് കോയിൻഡ് ദ ടേം ഇൻ്റർപ്രറ്റീവ് കമ്മ്യൂണിറ്റി. സ്റ്റേറ്റ്ലി ഫിഷ് എന്ന തിയറിസ്റ്റാണ് ഇൻ്റർപ്രറ്റീവ് കമ്മ്യൂണിറ്റി എന്ന ടേം കോയിൻ ചെയ്തത്. ഇനി ഞാനിവിടെ ഒരു ഫോട്ടോ തന്നിട്ടുണ്ട്. ഇതൊന്ന് ശ്രദ്ധിച്ച് നോക്കുക. ഇതിലെന്താ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത്? എന്താ കാണാൻ കഴിയുന്നത്? പലർക്കും പലതായിരിക്കും കാണാൻ കഴിയുക അല്ലേ. ഇത് ഒരു ജീവിനെ മാത്രം സൂചിപ്പിക്കുന്ന ഒരു ഫോട്ടോ അല്ല. ഇതിൽ വ്യത്യസ്തമായിട്ടുള്ള ജീവിനെ നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പോൾ കുറച്ച് നേരം ഒന്ന് ശ്രദ്ധിച്ച് നോക്കി, അപ്പോൾ മനസ്സിലാവും. ഇതൊരു ഡക്ക് റാബിറ്റ് പിക്ചറാണ്.
അതായത് ഇതിൽ ഒരു ഡക്കും ഉണ്ട് റാബിറ്റും ഉണ്ട്, രണ്ട് നമുക്ക് കാണാൻ പറ്റും. ഈ ലെഫ്റ്റ് സൈഡ് നമ്മളിങ്ങനെ ഫോക്കസ് ചെയ്ത് നോക്കുകയാണെങ്കിൽ നമുക്കൊരു ഡക്കിനെ കാണാൻ പറ്റും. ഒരു ഡക്കിൻ്റെ മൗത്താണ്, അതൊരു ഡക്കിൻ്റെ കൊക്കാണ് അത് കാണാൻ പറ്റുക. അതേത് റൈറ്റ് സൈഡ് ഈ അറ്റത്ത് ടിപ്പിൽ അവിടെ ശ്രദ്ധിച്ച് നോക്കിക്കഴിഞ്ഞാൽ അതൊരു റാബിറ്റിനെ നമുക്ക് കാണാൻ പറ്റും. റാബിറ്റിൻ്റെ ഫേസും ഐയും അതുപോലെ തന്നെ റാബിറ്റിൻ്റെ ചെവിയുമാണ് അത് കാണാൻ പറ്റുക. ഈ സൈഡിൽ നിന്ന് നോക്കുകയാണെങ്കിൽ ഒരു ഡക്കാണ്, ഡക്കിൻ്റെ കണ്ണും ഡക്കിൻ്റെ കൊക്കും കാണാൻ പറ്റും. ഈ സൈഡിൽ നിന്നാണെങ്കിൽ റാബിറ്റിൻ്റെ ചെവിയുമായിട്ട് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ഇതൊരു എക്സാമ്പിളാണ്, എന്തിൻ്റെ ഓഡിയൻസ് സ്റ്റഡീസിൻ്റെ ഒരു എക്സാമ്പിളാണ്. അപ്പോൾ ഇതൊരു ഡക്ക് റാബിറ്റ് പസിലാണ്. ഓക്കെ, ഡക്കും റാബിറ്റും കാണാൻ പറ്റുന്ന ഒരേപോലെ ഉള്ളൊരു ചിത്രമാണ്. ഇതുപോലുള്ള കുറേ ഫോട്ടോസ് നമ്മൾ കണ്ടിട്ടുണ്ടാവില്ലേ, രണ്ട് മൃഗങ്ങൾ അല്ലെങ്കിൽ രണ്ട് പക്ഷികളൊക്കെ ഉള്ള പോലെ നമുക്ക് തോന്നും. അപ്പോൾ ഇതിൽ രണ്ടും ശരി തന്നെയാണ്. റാബിറ്റും ഉണ്ട്, ഒരു ഡക്കുമുണ്ട്, ഒരു താറാവും ഒരു മുയലും ഉണ്ട്. അപ്പോൾ ഇത് എന്താ ഓഡിയൻസ് സ്റ്റഡീസും ഇതുമായിട്ട് എന്താ ബന്ധമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇതിപ്പോൾ വരയ്ക്കുമ്പോൾ ചിലപ്പോൾ ഇത് വരച്ച ആൾ അല്ലെങ്കിൽ ഇത് ഉണ്ടാക്കിയ ആൾ ചിലപ്പോൾ ഡക്ക് മാത്രമായിരിക്കും വരച്ചിട്ടുണ്ടാവുക. പക്ഷെ നമുക്ക് നോക്കുമ്പോൾ അത് റാബിറ്റായിട്ട് തോന്നാം. ഇതൊരു റാബിറ്റ് അല്ലേ എന്ന് തോന്നും. ചിലപ്പോൾ വരച്ച ആൾ റാബിറ്റായിരിക്കും വരച്ചിട്ടുണ്ടാവുക. അപ്പോൾ നമുക്ക് പെട്ടെന്ന് നോക്കുമ്പോൾ ഇതൊരു ഡക്കാണല്ലോ എന്ന് തോന്നും. അപ്പോൾ ഓഡിയൻസ് സ്റ്റഡീസ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെയാണ്. അതായത് വരയ്ക്കുന്ന ആൾക്ക് ഇന്നതാണ് ഞാൻ വരച്ചത്, ഇത് മാത്രമേ നിങ്ങൾ കാണാൻ പറ്റുള്ളൂ എന്ന് നമ്മളോട് പറയാൻ പറ്റില്ല. അതിപ്പോൾ എന്താണെങ്കിലും പിക്ചർ മാത്രമല്ല, അപ്പോൾ ഒരു നോവൽ, ഒരു കവിത, ഒരു ചെറിയ കഥ, ഷോർട്ട് സ്റ്റോറി, എന്ത് തന്നെയാണെങ്കിലും നമുക്കത് വായിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെയാണല്ലോ ചിലതൊന്നും നമ്മളോട് തുറന്ന് പറയില്ല, ബാക്കി നമ്മൾ ഊഹിച്ചെടുക്കണം. അപ്പോൾ ഊഹിച്ചെടുക്കുന്നത് നമ്മൾ പല വിധത്തിലായിരിക്കും അല്ലേ. നമുക്ക് തന്നെ ഓരോ കഥകൾ വായിക്കുമ്പോൾ അതിൽ പറയാതെ പോയ സംഭവങ്ങളൊക്കെ നമ്മൾ തന്നെ ഇങ്ങനെ എന്താ പറയുക, നമ്മുടെ തന്നെ തോട്ട്സിൽ നമ്മൾ ഉണ്ടാക്കിയെടുക്കും. ഇങ്ങനെയായിരിക്കും, അങ്ങനെയാണല്ലേ എന്നൊക്കെ. ചിലപ്പോൾ പറഞ്ഞ കാര്യം തന്നെ നമുക്ക് രണ്ട് തരത്തിൽ നമുക്ക് ആലോചിക്കാം. ഒരാൾ ചിന്തിച്ച പോലെ ആയിരിക്കില്ല മറ്റൊരാൾ ചിന്തിക്കുക. അപ്പോൾ ഓഡിയൻസ് സ്റ്റഡീസ് എന്ന് പറയുന്നത് അതാണ്. ഒരാൾ ഒരു സാധനം ഉണ്ടാക്കുമ്പോൾ അത് ഓഡിയൻസ് ഇങ്ങനെ മാത്രമേ കാണാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ ഇതാണ് ഇതിൻ്റെ മീനിങ്, ഇതാണ് ഞാൻ മീൻ ചെയ്തത്, ഇത് മാത്രം നിങ്ങൾ ഇതിന്ന് ഉദ്ദേശിച്ചെടുത്താൽ മതി എന്ന് നമുക്ക് അവർക്ക് ഒരിക്കലും ഒരു ഓത്തറിന് അല്ലെങ്കിൽ അതുണ്ടാക്കുന്ന ഒരു ക്രിയേറ്റർക്ക് പറയാനായിട്ട് പറ്റില്ല. അപ്പോൾ നമ്മളെല്ലാവരും പലതരത്തിലുള്ള ചിന്താഗതിയുള്ള ആളുകളാണ്. അപ്പോൾ നമുക്ക് പല തോട്ട്സും ഉണ്ടാവും. അപ്പോൾ അത് സ്വാഭാവികമാണ്. അപ്പോൾ ഓഡിയൻസ് സ്റ്റഡീസ് എന്ന് പറയുന്നത് ഇതാണ്. ഓഡിയൻസ് പലതരത്തിലായിരിക്കും, അവരുടെ പല തോട്ട്സ് പലതരത്തിലായിരിക്കും. അപ്പോൾ ക്രിയേറ്റർക്ക് ഒരിക്കലും ഇതിങ്ങനെയാണെന്നുള്ളത് ഡിഫൈൻ ചെയ്ത് പറയാനായിട്ട് പറ്റില്ല എന്നാണ് ഓഡിയൻസ് സ്റ്റഡീസ് ഈ ഒരു പിക്ചറിലൂടെ നമുക്ക് മനസ്സിലാക്കി തരുന്നത്. അപ്പോൾ ഇതൊരു ഡക്ക് റാബിറ്റ് പസിലാണെന്ന് ഞാൻ പറഞ്ഞു. പക്ഷേ ഇതിൽ വേറെയും എന്തെങ്കിലുമൊക്കെ കാണാൻ പറ്റുന്ന ആളുകൾ നിങ്ങളുടെ ഇടയിൽ ഉണ്ടാവാം. അപ്പോൾ അത് സ്വാഭാവികമാണ്. അപ്പോൾ ഇതൊരു ഡക്ക് റാബിറ്റ് മാത്രമുള്ള പസിലാണെന്ന് എനിക്കും പറയാൻ പറ്റില്ല, ഇതുണ്ടാക്കിയ ക്രിയേറ്റർക്കും പറയാൻ പറ്റില്ല. ചിലപ്പോൾ തല തിരിച്ച് പിടിച്ചാലോ ഫോൺ തിരിച്ച് പിടിച്ചാലോ ഒക്കെ വേറെ എന്തെങ്കിലുമൊക്കെ ആയി മാറാം. ഓക്കെ, അപ്പോൾ അതൊക്കെയാണ് ഓഡിയൻസ് സ്റ്റഡീസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അടുത്തത് റിസപ്ഷൻ സ്റ്റഡീസാണ്. റിസപ്ഷൻ ഈസ് നോട്ട് എ പാസീവ് പ്രോസസ്, ഇറ്റ് ഈസ് എ ആക്റ്റീവ് പ്രോസസ്സ്. റിസപ്ഷൻ എന്ന് പറയുന്നത് പാസീവ് പ്രോസസ്സ് അല്ല, ആക്റ്റീവ് പ്രോസസ്സാണ്. ഇറ്റ് ഹാവ് മോഡിഫിക്കേഷൻ, അതിൽ മോഡിഫിക്കേഷൻസ് ഒക്കെ വരാം, ചേഞ്ച് ആവാം എന്നുള്ളതാണ്. ഒരേ ഒരു സ്റ്റാറ്റിക് ആയിട്ടുള്ള സംഭവമല്ല അത്. ഇറ്റ് ക്യാൻ വാരി, ഓക്കെ, ഇറ്റ് ക്യാൻ ചേഞ്ച്. വി ഹാവ് സം കോമൺ കൾച്ചറൽ കോഡ്സ്. നമുക്ക് എല്ലാവർക്കും കോമൺ ആയിട്ടുള്ള കുറച്ച് കൾച്ചറൽ കോഡ്സ് ഉണ്ട്. We try to appropriate and adopt the cultural symbols and icons. കൾച്ചറൽ സിമ്പിൾസും ഐക്കൺസും ഒക്കെ നമ്മൾ അഡോപ്റ്റ് ചെയ്യാനായിട്ട്, അപ്രോപ്രിയേറ്റ് ചെയ്യാനായിട്ട് ട്രൈ ചെയ്യുന്നുണ്ട്. ഇൻ കൾച്ചറൽ സ്റ്റഡീസ് വി വാണ്ട് ടു നോ ദ ഇന്നർ മീനിങ് ഓഫ് എ പേഴ്സൺ ഫോർ മേക്കിംഗ് ക്വസ്റ്റ്യനെയർ. ഇപ്പോൾ നമ്മളൊരാൾ ഇൻ്റർവ്യൂ ചെയ്യുകയാണ്, അപ്പോൾ നമ്മൾ ക്വസ്റ്റ്യനെയർ ഉണ്ടാക്കുമല്ലോ, നേരത്തെ തന്നെ ക്വസ്റ്റ്യനെയർ ഉണ്ടാക്കിയിട്ട് നമ്മൾ ഇൻ്റർവ്യൂ ചെയ്യാനായിട്ട് പോകും. അല്ലെങ്കിൽ എന്തെങ്കിലും നമുക്ക് ഇൻഫർമേഷൻ കിട്ടണമെങ്കിൽ നമ്മൾ ഇൻ്റർവ്യൂവിനോ അല്ലെങ്കിൽ ക്വസ്റ്റ്യനെയർ തയ്യാറാക്കും. അപ്പോൾ ക്വസ്റ്റ്യനെയർ ഉണ്ടാക്കുമ്പോൾ നമുക്ക് എന്താ പറയുന്നത്, കൾച്ചറൽ സ്റ്റഡീസിൽ വി വാണ്ട് ടു നോ ദ ഇന്നർ മീനിങ് ഓഫ് എ പേഴ്സൺ. അവരുടെ ഇന്നർ മീനിങ്, അവരെക്കുറിച്ച് നന്നായി അറിഞ്ഞിട്ട് വേണം നമ്മൾ ക്വസ്റ്റ്യനെയർ ഉണ്ടാക്കിയിട്ട് പോകാൻ എന്നാണ് പറയുന്നത്. അപ്പോൾ അവരെക്കുറിച്ച് നന്നായിട്ട് അറിയണം കൾച്ചറൽ സ്റ്റഡീസിൽ. സാധാരണ ഇപ്പോൾ നമ്മളൊരു ഇൻ്റർവ്യൂവിൽ ചെയ്യുകയാണെങ്കിൽ ചിലപ്പോൾ അവരെക്കുറിച്ചൊന്നും അറിയുന്നുണ്ടാവില്ല. പക്ഷേ കൾച്ചറൽ സ്റ്റഡീസിൽ വി വാണ്ട് ടു നോ ദ ഇന്നർ മീനിങ് ഓഫ് എ പേഴ്സൺ ഫോർ മേക്കിംഗ് ക്വസ്റ്റ്യനെയർ. അപ്പോൾ ജസ്റ്റ് എല്ലാത്തിൻ്റെയും ഒന്ന് പറഞ്ഞു പോയതേ ഉള്ളൂ. നോട്ട്സ് എല്ലാം PDF ആയിട്ട് ടെലിഗ്രാം ചാനലിൽ ഇടാം. ജോയിൻ ചെയ്യാത്തവരുണ്ടെങ്കിൽ ജോയിൻ ചെയ്യാം. താങ്ക്സ് ഫോർ വാച്ചിങ്. സബ്സ്ക്രൈബ് ഫോർ മോർ.